ഞാൻ ഡിവോഴ്സ് ആയത് എന്റെ അഹങ്കാരം കൊണ്ടല്ല. നരകത്ത് കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പടിവാതിൽ കയറി വന്നത്. അപ്പൊ നീ എന്താ ചെയ്തേ? ചേച്ചി കുറച്ച് വെള്ളം. ഇന്നും ഒന്നും ആയില്ല അല്ലേ? എന്നും രാവിലെ നീ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുമോ. ഇതിപ്പോ എത്ര നാളായിട്ട് ഇങ്ങനെ? അതിനെങ്ങനെ ചേച്ചി, എന്നോട് ആരും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഡയറക്ടേഴ്സിന്റെ പിന്നാലെ നടന്നിട്ടാണെങ്കിൽ മടുത്ത്. ഞാൻ എന്താ കുറ്റം ചെയ്യാവുന്ന മാതിരിയാ അവരൊക്കെ പെരുമാറ്റം. എടാ, നീ ഈ സിനിമ മോഹൊക്കെ വിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇതൊന്ന് നോക്കൂ, ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ട് നിനക്ക്. നിന്റെ കൂടെ പഠിച്ചവർക്ക് ഇപ്പോൾ നല്ല ജോലിയായി. നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ അച്ഛന് പ്രായമായി എന്നുള്ളത്. ഇനി എത്ര നാളാണ് നീ ഇങ്ങനെ തന്നെ നടക്കാൻ പോകുന്നേ? നിനക്കത് പറയാം. നീ ഒരുത്തൻ്റെ ഒപ്പം ജീവിക്കാൻ പോയിട്ട് എന്തായി? പാതി വീട്ടിൽ ഇട്ടിട്ട് പോകുന്നില്ലേ? നിനക്ക് ഈ വീട്ടിൽ യാതൊരു റോളും ഇല്ല. ഞാനൊരു പാഷന്റെ പിന്നാലെ പോകുന്നത്. അതിന് വെറുതെ പുച്ഛിക്കരുത്. നീ എന്താണോ പറഞ്ഞത്? ഞാൻ പാതി വഴി ഇട്ടിട്ട് പോന്നോ? ഞാൻ ഡിവോഴ്സ് ആയി വന്നതേ എന്റെ അഹങ്കാരം കൊണ്ടല്ല. നരകത്ത് കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പടിവാതിൽ കയറി വന്നത്. അപ്പൊ നീ എന്താ ചെയ്തേ? നിന്റെ സിനിമ ക്യാമറ എന്ന് പറഞ്ഞ നീ നടന്നില്ലേ? നീ ഇങ്ങനെ നടക്കുമ്പോഴേ നാട്ടുകാരുടെ മുന്നിൽ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് ഞാനും അച്ഛനാ, നീയല്ല. അതിന് ഞാൻ എന്ത് പഴച്ചു? ഞാൻ എന്റെ പാഷൻ ഇമ്പോർട്ടൻസ് കൊടുത്താണോ പ്രശ്നം? എനിക്ക് നാട്ടുകാർ മുന്നിൽ തലയുർത്ത് നടക്കണം. അല്ല നിന്നെ പോലെ ജീവിതത്തിൽ ഒളിച്ചോടാൻ എനിക്ക് പറ്റില്ല. അവള് ഒളിച്ചോടിയതല്ലോ ഇതിനെ. ഒരു തെറ്റായ ജീവിതത്തിൽ നിന്ന് ധൈര്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചവളാ. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്നത് എത്ര വലിയ പോരാട്ടമാണെന്ന് നിനക്കറിയോ? നിനക്ക് ജീവിതത്തിൽ വലിയ ഹീറോ ആണെങ്കിൽ നീ വേറെ ആരും കണ്ടുപിടിക്കണ്ട. നിന്റെ മുന്നിൽ നിൽക്കണ ഈ ചേച്ചിനെ കണ്ടുപിടിക്കുക. വീണ് പോയിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചവരാ യഥാർത്ഥ ഹീറോ. മനസ്സിലായോ?